ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഹ്യൂമനിസം ആൻഡ് ലോജിക് എന്ന സബ്ജക്റ്റിലെ യൂണിറ്റ് 1 ഏതാനും ചില ഭാഗങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എക്സാമൊക്കെ ആണല്ലോ, അപ്പോൾ എക്സാമിന് ബേസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു വായന. അപ്പോൾ കൂടുതൽ അറിയണമെന്ന് താല്പര്യമുള്ളവരൊക്കെ എന്താവുക, മസ്റ്റായിട്ടും ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ഞാൻ ഇപ്പോൾ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്നിങ്ങനെ പറഞ്ഞ് പോവുക എന്നുള്ളതാണ്. എക്സാമിന് ഒരു പാസ് മാർക്ക് വാങ്ങണം എന്നുള്ള ആഗ്രഹമുള്ളവർക്കൊക്കെ ജസ്റ്റ് കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. അപ്പോൾ ഹ്യൂമനിസം ആൻഡ് ലോജിക്കിലെ 1ാമത്തെ പാഠത്തിൽ ഫൗണ്ടേഷൻ ടേംസാണ്. അപ്പോൾ പല ടേംസുമാണ് പറഞ്ഞത്. മൊത്തത്തിൽ പല മതങ്ങളെ കുറിച്ചിട്ടും ആ മതങ്ങളിലെ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടും ആശയങ്ങൾ അതൊക്കെയാണ് പറയണത്. അപ്പോൾ ആദ്യം നമ്മൾ ലേണിംഗ് ഔട്ട്കംസൊക്കെ എല്ലാവരും ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. എന്തെല്ലാം ഇതിലൂടെ നമുക്ക് ഈ ഒരു പാഠം പഠിക്കുന്നതിലൂടെ നേടാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചാണ് അതിലൊക്കെ പറയാം. അപ്പോൾ ഇതിലാദ്യത്തെ ഇത് പറഞ്ഞാൽ ശ്രദ്ധ, കെയർ. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ശ്രദ്ധ എന്നുള്ളത്. അതായത് ശ്രദ്ധയെക്കുറിച്ച് ആണ് ഇതിൽ പറഞ്ഞത്. അതേപോലെ കഥ ഉപനിഷത്തിലെ ശ്രദ്ധ, അതിൽ എങ്ങനെയാണ് ശ്രദ്ധയെ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഉള്ളതിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഏതൊരു അറിവ് കിട്ടുക എന്നുള്ളതിന് എന്താ ഒരു അധ്യാപകനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം വേണം. അതായത് നമ്മുടെ ജീവിതത്തിൽ പല അറിവ് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ നേരിട്ടും അല്ലാതെ നമുക്ക് പല അറിവുകളും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ലഭിക്കുന്ന അറിവിൽ നമുക്ക് പലതിലും പല സംശയങ്ങളുണ്ടാവും. അപ്പോൾ ഈ പല സംശയങ്ങളിലും നമുക്ക് പല സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തീർപ്പാക്കാൻ ഒരു കൃത്യമായ ഒരു സോഴ്സ് ആവശ്യമാണ്. അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംശയം വരികയാണെങ്കിൽ അതിന് ഉത്തരം കണ്ടെത്താമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായ ഡാറ്റകളും അതേപോലെ ആഴത്തിലുള്ള അറിവോ ഒരു നല്ല ആഴത്തിലുള്ള അറിവുള്ള ഒരു ഗുരു അങ്ങനെ ആരെങ്കിലുമൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ആദ്യത്തെ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരാൾക്ക് കൃത്യമായ ശ്രദ്ധ, അതായത് ശ്രദ്ധൻ്റെ മെയിൻ കാര്യം എന്നുള്ളത് ട്രസ്റ്റ് ആൻഡ് അറ്റൻഷൻ ഇൻ ജനറലി കോൾഡ് ശ്രദ്ധ ഇൻ ഇന്ത്യൻ ഫിലോസഫി. ഇന്ത്യൻ ഫിലോസഫിയിൽ പറഞ്ഞാൽ ഒരാളുടെ വിശ്വാസവും അതേപോലെ ഇപ്പോൾ അറ്റൻഷനും, അതായത് ഒരു കാര്യത്തെ എങ്ങനെ കൃത്യമായി രീതിയിൽ മനസ്സിലാക്കുന്നു ഉള്ളത് അടുത്താണ് ഒരു കാര്യം നമുക്ക് ഏതൊരു അറിവ് നമ്മൾ ലഭിക്കുക എന്നുള്ളത് ബേസിക്കായിട്ട് പറയേണ്ടത് ആദ്യം അതിന് നമ്മൾ കൃത്യമായി എങ്ങനെ അതിലൊരു വിശ്വസ്തതയും അതേപോലെ അതിലുള്ള അറ്റൻഷനാണ്. പിന്നെ നമുക്ക് ഇനി ഈ ശ്രദ്ധയിൽ കഠിനോപനിഷത്തിൽ ശ്രദ്ധയെക്കുറിച്ച് പറയേണ്ടത്. അതായത് അതിലൊരു കഥ പറയണം, ഒരു രാജാവിൻ്റെ കഥ. വജസ്വര എന്ന് പറഞ്ഞ ഒരു രാജാവും അദ്ദേഹത്തിൻ്റെ മോനെ നചികേത എന്ന അദ്ദേഹത്തിൻ്റെ സണ്ണിനെ കുറിച്ചുള്ള ഒരു കഥയാണ്. അപ്പോൾ ഈ വജസ്വര ഒരു ദിവസം അദ്ദേഹം ഒരു യാഗം ചെയ്യാൻ തയ്യാറാവണം. അങ്ങനെ അദ്ദേഹം തൻ്റെ ജീവിതത്തിലൊരു യാഗം ചെയ്യാന്നുള്ള ഇതിൽ അദ്ദേഹത്തിന് ഒരുപാട് പശുക്കളുണ്ടാവും. ഈ പശുക്കളൊക്കെ ഈ വെറുതെ നൽകുക എന്നുള്ളത്, ഈ ഗിവ് അവേ നൽകുക എന്നുള്ള ഒരു രീതിയിൽ മൂപ്പർ ചെയ്യും. അങ്ങനെ ഈ പശുക്കളൊക്കെ കാരണം ഈ വീക്കായിട്ടും അതേപോലെ ഈ വളരെയധികം ശോചനീയാവസ്ഥയുള്ള പശുക്കളാണ് കാരണം. അങ്ങനെ ഈ പശുക്കളെ ബ്രാഹ്മിൻസിന് നൽകുക എന്നുള്ള ഒരു രീതിയിൽ മൂപ്പർ ഒരു യാഗം നടത്തും. പക്ഷേ അപ്പം മൂപ്പരെ മോൻ നചികേത എന്നുള്ള മൂപ്പരെ മോൻ ഇതിനെ ചോദ്യം ചെയ്യും. അതായത് ഇങ്ങനത്തെ പശുക്കളെയാണോ നമ്മൾ കൊടുക്കേണ്ടത്? അപ്പോൾ ഇങ്ങനെ ആൾക്കാർക്കൊരു ഉപകാരമുള്ളതിനല്ലേ കൊടുക്കേണ്ടത്? ഇങ്ങനത്തെ പശുക്കൾക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അതായത് ഈ വീക്കായ പശുക്കളെ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ വേണ്ടത് അവരെ കൃത്യമായി പരിപാലിക്കുക എന്നുള്ള ഇതാണല്ലോ. അപ്പോൾ നമ്മൾ പരിപാലിക്കല്ലേ വേണ്ടത് എന്നുള്ള രീതിയിൽ മകൻ ചോദ്യം ചെയ്യും. അപ്പോൾ ഈ മോൻ അപ്പോൾ രാജാവ് തീരുമാനിക്കും ഈ മോനെ യമ എന്നുള്ള, അതായത് ഗോഡ് ഓഫ് ഡെത്ത്, മരണത്തിൻ്റെ ദൈവം എന്നുള്ള അതിലേക്ക് അയക്കാൻ രാജാവ് തീരുമാനിക്കും. അങ്ങനെ ഈ മോനെ അവിടെ അയക്കുമ്പോൾ മോന് ഈ ഡെത്തിൻ്റെ കോഡിനോടും പല ചോദ്യങ്ങളും ചോദിക്കും. അപ്പോൾ ഈ ഒരു ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമാണ് ചോദ്യം ചോദിക്കുക എന്നുള്ളത്. അതായത് ശ്രദ്ധ മോട്ടീവ്സ് വുമൻ ടു കെയർ ഫോർ ഈച്ച് അതേഴ്സ് ആൻഡ് ബ്രേവ്ലി ബേസ് ക്വസ്റ്റ്യൻസ് ഇഫ് ദ ജസ്റ്റിസ് ഇസ് ബെട്രേഡ് എനിവർ. അതായത് എവിടെയെങ്കിലുമൊക്കെ അനീതി നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ചോദ്യം ചോദിക്കുക എന്നുള്ളതും ഈ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്തത് ധർമ്മപദ അല്ലെങ്കിൽ ധർമ്മപദ. ഈ ധർമ്മപദ എന്നുള്ളത് ഈ ബുദ്ധമതത്തിലെ ഒരു പുസ്തകമാണ്. ഈ ബുദ്ധൻ്റെ ഫോളോവേഴ്സ്, അതായത് ബുദ്ധൻ്റെ അനുയായികളെ ഒരു പുസ്തകമാണ്. ഈ ധർമ്മപദ എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പാത്ത് ഓഫ് ദ വിർച്യു ഓർ ഡോക്ട്രിൻ ഓഫ് സദ, അതായത് ബുദ്ധൻ്റെ ഉപദേശം തത്വം എന്നുള്ള ഒരു രീതിയിലാണ്. ധർമ്മ എന്നും പദ എന്നുള്ളത് വേ ഓഫ് ട്രൂത്ത്, വേ അല്ലെങ്കിൽ പാത്ത്, വഴി.
അത് സത്യത്തിലേക്കുള്ള പാത എന്നുള്ളതാണ് ധർമ്മപദ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം. പിന്നെ ഈ ബുക്ക് എന്താകുന്നുണ്ട്, പല കാര്യങ്ങൾ ഈ ബുക്കിൽ പല കാര്യങ്ങളും മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് ഹിഡ്ഫുൾനെസ്, അതായത് ജാഗ്രത, മൈൻഡ്, ഫ്ലവേഴ്സ്, ഫൂൾസ്, വൈസ്മാന്, അങ്ങനെ പല 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 എവില്, ബുദ്ധനെ പറ്റിയിട്ടും അങ്ങനെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി ഓരോ നമുക്ക് ഇത് ചർച്ച ചെയ്യാം. അപ്പോൾ ഈ ഓരോ കാര്യങ്ങളും എങ്ങനെ നേടിയെടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടും ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്താകുന്നുണ്ട് ഈ ബുക്കിൽ കൃത്യമായി മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ടീച്ചിങ്ങിൻ്റെ എയിംസിനെ കുറിച്ചിട്ടും, അതായത് ഒരു നമ്മൾ വിദ്യ പകരുക എന്നുള്ളതിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഉൾക്കാഴ്ച ഉണ്ടാക്കുക, അതേപോലെ ഒരു സമാധാനപരമായ ജീവിതം കൊടുക്കുക, പിന്നെ മോറൽ വാല്യൂ ഇതിനൊക്കെ എന്താ കൂടുതൽ മോറൽ ലൈഫിന് കൂടുതൽ വാല്യൂ നൽകുക, അതൊക്കെയാണ് വിദ്യ നൽകുകൊണ്ടുള്ള ഇത്. പിന്നെ ഈ ബുക്ക് നൽകുന്ന ഹിൻസ് പറഞ്ഞാൽ എന്താണ്, ഈ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഉണ്ടാവും ഒരു മനുഷ്യൻ്റെ ഇതിലുണ്ടാവും. അതായത് ഒരാളെ ജീവിതം വെച്ച് നോക്കുകയാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ചെയ്യാനുള്ള ചോയ്സ് അയാൾക്കുണ്ട്. അപ്പോൾ അയാൾ നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ എന്താണ് ഒരു ജാഗ്രത, അതായത് ഒരു സ്പിരിച്വൽ പാത്തിൽ കയറണം, ഒരു ആത്മീയ വഴിയിൽ കയറണം എന്നുണ്ടെങ്കിൽ ജാഗ്രത വേണം. ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഇൻ്ററായിട്ടുള്ള, അതായത് അവനൊരു ആത്മബോധം വേണം. അതായത് ഇപ്പോൾ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ, അപ്പോൾ ഈ ഓർഡിനറി സാധാരണ ആൾക്കാർക്കിടയിൽ ഇപ്പോൾ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് നല്ലതാണോ അല്ലേ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ആത്മബോധം അവനക്ക് വേണം. പിന്നെ അതേപോലെ തന്നെയാണ് അതിൽപ്പെട്ടതാണ് ഈ ചീത്ത കാര്യങ്ങൾ, ബാഡ് ഡീഡ്സൊക്കെ ഒഴിവാക്കുക എന്നുള്ളത്. പിന്നെ അതിൽപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഈ ധർമ്മപദത്തിലെ ഒരു ചാപ്റ്ററാണ് വൈസ്മാൻ എന്നുള്ളത്. അതായത് ജ്ഞാനി എന്നുള്ളത്. ഈ ജ്ഞാനി എപ്പോഴും എന്താവണം, ഈ നല്ല ആളവും പിന്നെ നല്ല അറിവ് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളാങ്കരം വൈസ്മാൻ എന്നുള്ളത്. പിന്നെ അയാൾ എന്താവണം ജനങ്ങളുടെ മുന്നേറ്റത്തിനും പുരോഗതിക്കും അയാൾ നല്ലൊരു അങ്ങനത്തെ ഒരാളാങ്കല്ല ജ്ഞാനി. അപ്പോൾ ജാഗ്രത ഉള്ള ഒരു നല്ല കൃത്യമായ ഒരു ലക്ഷ്യബോധമുള്ള ഒരു ആളാവും. പിന്നെ എവിലിനെ പറ്റിയും പണിഷ്മെൻറ്റിനെ പറ്റിയും പറയുന്നുണ്ട്. അതായത് ചീത്ത കാര്യങ്ങൾ ചെയ്യണവരെ പറ്റിയിട്ടൊക്കെയാണ്. പിന്നെ അതിൽ പറഞ്ഞ മറ്റൊരു ചാപ്റ്ററാണ് ഈ ലോകത്തെ കുറിച്ചിട്ട് ഉള്ള ഒരു ചാപ്റ്റർ. അതായത് ഈ ലോകത്ത് നല്ല ആൾക്കാർ എപ്പോഴും അവരുടെ സമ്പത്തും അവരുടെ ആരോഗ്യം എല്ലാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കും. പിന്നെ മറ്റൊരു ചാപ്റ്ററാണ് ബുദ്ധനെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്റർ. അതായത് ഈ ബുദ്ധന് ബുദ്ധനെ പറ്റിയിട്ട്, അതായത് ബുദ്ധന് അവോയ്ഡ് ആൾ എവിൽ, അതായത് എല്ലാ ചീത്ത കാര്യങ്ങളും ബുദ്ധൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബുദ്ധന് പ്യൂരിഫൈ ഈ ബുക്ക് വായിക്കുന്നവരോട് കൂടി ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുക മുതലായവ. അതായത് ഇതൊക്കെ കൃത്യമായി സിമ്പിളായി എഴുതാൻ പറ്റിയ കാര്യങ്ങളാണ്. അതായത് ധർമ്മപദ പറഞ്ഞാൽ ബുദ്ധൻ്റെ ഒരു ബുക്കാണ്. ഈ ബുദ്ധൻ്റെ ബുക്കിൽ എങ്ങനെ ഒരു നല്ല വ്യക്തിത്വമാവാന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയണത്. ഇനി അടുത്ത ഒന്നാണ് അഗേപ്പ്, അതായത് എമ്പറ്റിക് ലവിനെ കുറിച്ചിട്ടുള്ള. അതായത് ഈ സാധാരണ ഈ നമുക്ക് ഈ വേർഡ് അഗൈപ്പ് എന്നുള്ളത് രണ്ട് അർത്ഥത്തിൽ പറയാം. ഒന്ന് ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹം, രണ്ട് മനുഷ്യർക്ക് മനുഷ്യരോടുള്ള സ്നേഹം. അങ്ങനെ ഈ അഗൈപ്പ് എന്നുള്ളത് ഒരു ഗോഡ്സ് അൺകണ്ടീഷണൽ ലവ് ടുവാർഡ് മാൻസ്, അത് നമ്മൾ പറഞ്ഞു. പിന്നെ ഇറ്റ് സ്റ്റാൻഡ് ഫോർ ഫെല്ലോഷിപ്പ് അമോങ് ദ ഫോളോവേഴ്സ് ഓഫ് ജീസസ്, അതായത് ക്രിസ്തുവിൻ്റെ ഈ അനുയായികൾക്കിടയിലുള്ള ഒരു സ്നേഹം അതൊക്കെ പറ്റി പറഞ്ഞാണ്. പിന്നെ ഈ ക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ ക്രിസ്തു മതത്തിൽ എല്ലാവരും ഒരുപോലെ കാണണം. അതായത് ചിലയിടത്തുണ്ട് ഇപ്പോൾ ഈ വിഡോസിനൊക്കെ കോമൺ ആയിട്ട് കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തുക, അങ്ങനത്തെ പലതുണ്ട്. അങ്ങനത്തെ ഒന്നും പാടില്ല. ക്രിസ്തു എന്ന് പറഞ്ഞാൽ, അതായത് ക്രിസ്തു തൻ്റെ ലാസ്റ്റ് സപ്പർ, ക്രിസ്തു മരിക്കുന്നതിന് മുന്നുള്ള കുരിശിലേറ്റപ്പെടുന്നതിന് മുന്നുള്ള ലാസ്റ്റ് സപ്പർ കഴിച്ചതിന് ശേഷം മൂപ്പരെന്താ പറഞ്ഞിട്ടുള്ളത്, ഞാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ വാതായം തുറന്നു കാണിട്ടാണ്. അതായത് എപ്പോഴും എല്ലാവരും ഇഷ്ടപ്പെടുക എന്നുള്ള ഒരു കാര്യത്തിലാണ് ഈ അഗൈപ്പ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതായത് ജീസസ് എന്തായിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ദിസ് ബ്രദേഴ്സ് ഇസ് എ നെയ്ബർ. അങ്ങനെ ജീസസിൻ്റെ അതായത് അടുത്തൊരു കാര്യമാണ് കെനോസിസ്. കെനോസിസ് പറഞ്ഞാൽ പരിത്യാഗം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് വരുന്നത്. ഈ
കെനോസിസിന് മെയിനായിട്ട് രണ്ട് അർത്ഥമാണ് പറഞ്ഞത്. സെൽഫ് എംബറ്റിക് ഓർ സെൽഫ് റിനൗൺസിയേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ യേശുവിൻ യേശുവിൻ്റെ പരിത്യാഗം. ക്രിസ്ത്യൻ തിയോളജി പ്രകാരം എന്താണ് ഈ നമ്മളെ യേശു എന്താണ് ദൈവത്തിൻ്റെ പുത്രനാണ്. ഈ ദൈവത്തിൻ്റെ പുത്രനായിട്ട് പോലും യേശുവിന് എന്തായിട്ടുണ്ട്, കുരിശിലേറ്റപ്പെട്ടിട്ടുണ്ട്. യേശു എന്താണ് തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി സ്വയം ജീവൻ അവിടെ പരിത്യാഗം ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ യേശു എന്തായിട്ടുണ്ട് മറ്റു എല്ലാ ജനങ്ങളുടെയും നന്മക്ക് വേണ്ടിയും പൊതു നന്മക്ക് വേണ്ടിയിട്ട് എന്തായി ദൈവത്തിൻ്റെ മകനായിട്ട് പോലും യേശു തൻ്റെ സ്വയം ജീവിതം അവിടെ യേശു അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യേശു ഒരിക്കലും എന്തായിട്ടില്ല, ഒരിക്കലും അങ്ങനെ കുരിശിലേറ്റപ്പെടുകയില്ല. അപ്പോൾ യേശു എന്തായിട്ടുണ്ട് ജനങ്ങൾക്ക് വേണ്ടി സ്വയം പരിത്യാഗം സഹിച്ചു. അപ്പോൾ ജനങ്ങൾക്കൊക്കെ എന്താവണം, മനുഷ്യർ പരസ്പരം അത്തരത്തിലുള്ള പരിത്യാഗം സഹിക്കുന്നവരാണ്. ഇനി അടുത്തൊരു ഹെഡിങ്ങാണ് ഇൻസാനിയ, ഹ്യൂമാനിറ്റേറിയൻ. ഇത് ഇസ്ലാം മതത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇസ്ലാം മതം എന്താണ്ട് ബേസ് ചെയ്യുന്ന ഖുർആൻ അനുസരിച്ചാണ്. അപ്പോൾ ഈ ഖുർആനിൽ പല സ്ഥലത്തും ഇൻസാനിയ ഹ്യൂമാനിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇൻസാനിയ എന്ന് പറഞ്ഞ ഇൻസാൻ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ തന്നെ ഖുർആനിലുണ്ട്. പിന്നെ ഖുർആനിൽ ദൈവം അള്ളാഹു മനുഷ്യരെ പൊതുവായി അഡ്രസ്സ് ചെയ്യണത് എങ്ങനെയാണ്, ബനു ആദം, ചിൽഡ്രൻ ഓഫ് ആദം എന്നുള്ളതാണ്. അല്ലാതെ ഒരു സൊസൈറ്റിയെ സ്പെസിഫൈ ചെയ്തിട്ടല്ല അഡ്രസ്സ് ചെയ്തത്. മൊത്തം ജനങ്ങളെയാണ് അഡ്രസ്സ് ചെയ്യണത്. പിന്നെ ഈ ഹ്യൂമണ് ഉണ്ടായത് ആദമെന്നും അവ്വ എന്നുമാണ് ഉണ്ടായത്. അപ്പോൾ ഇതിനൊക്കെ ഒരു ഇത് നൽകുന്നുള്ളത് മനുഷ്യർ പരസ്പര സ്നേഹത്തിലും സാഹോദര്യത്തിലും കഴിയണം എന്നുള്ളതാണ്. പിന്നെ ഈ ഇസ്ലാമിൽ മതങ്ങളെ പറ്റി പ്രവാചകൻ്റെ അടുത്ത് മറ്റു മതങ്ങളെ സ്വീകരിക്കാൻ പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞത് ഖുർആനിലുണ്ടല്ലോ, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം എന്നുള്ളതാണ്. അപ്പോൾ പരസ്പര സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരു ഇതാണ് അവിടെ പറയുന്നത്. അതായത് ഒരാളെ മേലും ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ്. പിന്നെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിട്ടുണ്ട് മറ്റു മതക്കാരെ ബഹുമാനിച്ചിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു ശവം, ഒരു മരിച്ച ആളെ ശവം അങ്ങനെ കൊണ്ടുപോകുമ്പോൾ എന്തായി നബി തങ്ങൾ എണീച്ച് നിന്നു. അപ്പോൾ നബി തങ്ങളുടെ സ്വഹാബ പറഞ്ഞത് അത് ഒരു കാഫിറല്ല, എന്തിനാണ് എണീക്കണത്? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് അതൊരു മനുഷ്യനല്ലേ എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യത്വത്തിന് ഒരു വില നൽകുക എന്നുള്ളത് എല്ലാ മതങ്ങളും എല്ലാ മതങ്ങളും ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. മൊത്തം മനുഷ്യർ എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, അതിൽ നിന്നാണ് എല്ലാ മതങ്ങളുടെ ചിന്ത വരുന്നത്. പിന്നെ മറ്റൊന്നാണ് റഹ്മ, മേഴ്സി. ഖുർആനിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞ ഒരു കാര്യമാണ് റഹ്മ. ഖുർആനിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഫാത്തിഹയിലെ തുടക്കം തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ റഹ്മ എന്നുള്ളതിൻ്റെ അർത്ഥം മേഴ്സി, കരുണ നൽകുക എന്നുള്ളത്. അള്ളാഹു പരമകാരുണ്യവാനും കരുണാനിധിയാണെന്നുള്ളത് റഹ്മാനുർ റഹീം എന്നുള്ള ഒരിത്. പിന്നെ ഒരു മുസ്ലിമായ വ്യക്തി പല പ്രാവശ്യം, ഒരു ദിവസത്തിൽ നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരത്തിൽ എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതുന്നതാണ്. അപ്പോൾ ഈ ഫാത്തിഹയിൽ അതിനെ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമാണ് റഹ്മാനുർ റഹീം. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ എന്നുള്ളത് എന്താണ്, മനുഷ്യർക്കുള്ളതാണ്. അപ്പോൾ മനുഷ്യരെന്താവണം, മസ്റ്റായിട്ടും കരുണ ചെയ്യുന്ന ആൾക്കാരാവണം. പിന്നെ ഒന്ന് രണ്ട് കഥകളൊക്കെ പറയുന്നുണ്ട്. നമ്മളെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിട്ടുണ്ട് ഒരു ഇത് പറഞ്ഞല്ലോ, ഒരു വിശക്കണ ഒരു നായ്ക്ക് ഒരാളെന്തായി വെള്ളം കൊടുത്തു, അപ്പോൾ അത് കാരണം അയാൾ സ്വർഗ്ഗത്തിലായി. അതേപോലെ ഒരു പൂച്ചയെ കെട്ടിയിട്ട് തല്ലി അതിന് ഭക്ഷണം കഴിക്കണമെന്ന് വിടാതെ അങ്ങനെ ചത്തുപോയപ്പോൾ ആ ഒരു കാരണം ഒരു നല്ല സ്ത്രീ എന്തായി നരകത്തിലുമായി. അപ്പോൾ എല്ലാ മനുഷ്യരോടും ഈ റഹ്മ ഉണ്ട്, ഈ റഹ്മ എന്നുള്ള മേഴ്സി എന്നുള്ളത് എല്ലാ മനുഷ്യരോടും എല്ലാ ജീവിജാലങ്ങളോടും മനുഷ്യരോടും എല്ലാതുള്ളതാണ്. പിന്നെ അതിൽപ്പെട്ടതാണ് ഒരിക്കൽ നബി തങ്ങളെ സ്വഹാബിമാരിൽ ആരൊരാൾ എന്തായി ഒരു പക്ഷിയെ പിടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഒരു പശുക്കുട്ടിയെ, അപ്പോൾ എന്തായി നബി തങ്ങൾ അതിനെ തിരിച്ചു കൊണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഇസ്ലാം എന്നുള്ളത് എല്ലാ മനുഷ്യരോടും മൃഗങ്ങളോടും പക്ഷികളോടും ഒക്കെ എന്താണ് റഹ്മ കാണിച്ച ഒരു മതം എന്നുള്ളതിന് ഉദാഹരണങ്ങളാണ്. പിന്നെ ഒരിക്കൽ നബി തങ്ങൾ തൻ്റെ കുട്ടിയെ ഇങ്ങനെ ഉമ്മ വെക്കണ സമയത്ത് ഒരാൾ പറഞ്ഞു, ഞാൻ എൻ്റെ കുട്ടിയെ ഇതുവരെ ഉമ്മ വെച്ചിട്ടില്ല എന്ന്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞ്, നിങ്ങൾ എന്താ കുട്ടിയെ ഉമ്മ വെക്കുക, ഒരു ഹൃദയത്തിലൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണെന്നുള്ളത്. അപ്പോൾ കുട്ടികളോടും എല്ലാവരോടും ഈ റഹ്മത്ത് കാണിക്കുക എന്നുള്ളത് എന്താണ് വളരെയധികം നല്ലൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇസ്ലാം അതിനെ പ്രൊമോട്ട് ചെയ്യണതാണ്. അപ്പോൾ ഇന്നത്തെ ഇതുവരെയാണ്. ഇനി ബാക്കി നമുക്ക് അടുത്തതിൽ പറയാം. അനുകമ്പ മുതൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിക്കണം. അപ്പോൾ ഇനി ബാക്കി വരുന്ന ഭാഗങ്ങൾ അടുത്തതിൽ പറയാം.